ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സ്കൂൾ ബസ്സിലാണ് എൻ്റെ യാത്ര. ഉദ്ദേശം വേറെയാണ്, ഒരു ചെറിയ ഷോപ്പിംഗ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, എൻ്റെ ക്രിസ് ചൈൽഡിന് ഒരു സാരി എടുക്കണം. ഇവിടെ വന്നിട്ടാണ് കേട്ടോ ക്രിസ് ചൈൽഡ്, ക്രിസ് മദർ കോൺസെപ്റ്റ് ഒക്കെ ഞാൻ കേൾക്കുന്നത്. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ആൾക്കാരല്ലേ. ഇവിടെ ലോട്ടിട്ട് എനിക്ക് കിട്ടുന്ന ആൾ എൻ്റെ ക്രിസ് ചൈൽഡ്, എൻ്റെ പേര് കിട്ടിയ ആൾ എൻ്റെ ക്രിസ് മദർ. എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെ പച്ചയപ്പ സിൽക്സിന്റെ കമ്പനിയെ കലവറയുടെ മുമ്പിൽ ഞങ്ങൾ എത്തി. എന്തോരോ സാരികളാ! ഇതിന്നിപ്പം മനസ്സിൽ പിടിച്ചൊരെണ്ണം എങ്ങനെയാ എടുക്കുന്നത്? ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന 3 പേരുണ്ട്: സുബീമ, ലക്ഷ്മിമ, അശ്വതിമ. ഹാ, അതൊക്കെ ഒരു കാലം. ജിൽബിമോൾ, കം ടു ദ പോയിന്റ്. സെലക്ഷൻ സെൽസ് തീരെ ഇല്ലാത്ത എന്നോടാണ് 2 പേരും കൂടെ അഭിപ്രായം ചോദിക്കുന്നത്. അങ്ങനെ നീണ്ടു നിന്ന തെരച്ചിലിനൊടുവിലും റിജക്ഷൻസിനൊടുവിലും അവനവന് വേണ്ട സാരികളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ക്രിസ്മസ് ഫാദർ അവിടെ നിൽക്കുന്നു. ഒരു മേരി ക്രിസ്മസ് ഒക്കെ പാസ്സാക്കി ഞങ്ങളിതാ ഇറങ്ങുന്നു. പട്ടാപ്പകൽ ഇങ്ങോട്ട് കയറി വന്നതാ, ഇപ്പൊ രാത്രിയായി. എല്ലാരും ദാ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ പറ്റാത്തവർ ദാ അങ്ങോട്ട് നോക്കൂ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുതെന്ന് എന്നോട് കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ദാ കറക്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാസിൻ മാമിനെ പറഞ്ഞു വിട്ട് ഞാൻ രേവതി മാമും കൂടെ രേവതി മാമിന്റെ വീട്ടിലേക്ക് എത്തി. റോഡിൽ നിന്ന് എന്നെ കണ്ടപ്പോഴേ ജിൽബി മാം എന്ന് വിളിച്ചതായി കുറുമ്പി ഓടിയെത്തി. കഴിഞ്ഞ ദിവസം രാത്രി മാം നിങ്ങൾക്ക് വീട്ടിക്ക് വാങ്ങ എന്നൊറ്റ പറച്ചിലാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്നെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് എൻ്റെ ബാഗിലെ സാധനങ്ങളെല്ലാം വേണം. പിന്നെന്താ, ആയിക്കോട്ടെ. പിന്നെ ABCD ആയി, 1 2 3 ആയി, അങ്ങനെ കുറച്ച് നല്ല നിമിഷങ്ങൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.